അവസാനം നമ്മുടെ വടക്കാട് കൃഷി ഓഫീസർ യങ് ആൻഡ് ഹാൻസം ശ്രീരാഗ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെയുള്ള ചെറുപ്പം കൃഷി ഓഫീസർമാരൊക്കെ വന്ന് ഇങ്ങനെയുള്ള കൃഷി രീതികൾ മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊരു വിലയുണ്ട്. അപ്പോൾ അത് മറ്റുള്ള ജനങ്ങൾ അത് ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും അദ്ദേഹത്തിന് വളരെയധികം നന്ദിയുണ്ട്. ഇവിടെ നമ്മൾ നല്ലൊരു എക്കോപോണിക് സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത്, സ്ഥലത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അദ്ദേഹം നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇതിലെ മീനിൻ്റെ സ്ട്രക്ചറാണെങ്കിലും അതുപോലെ തന്നെ അതിനുപയോഗിച്ചിട്ടുള്ള പമ്പ് സ്ട്രക്ചർ, അതിൻ്റെ വൺ ലൈൻ സിസ്റ്റം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വൺ ലൈൻ സിസ്റ്റത്തിലൂടെയാണ് അദ്ദേഹം കംപ്ലീറ്റ് കാര്യങ്ങൾ വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നതും അതുപോലെ ഇറക്കുന്ന സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അത് വളരെ നോട്ടീസബിളാണ്. പക്ഷേ ഈൽഡും നല്ല രീതിയിൽ ഈൽഡ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വളരെയധികം ഈ ചെറിയ സ്ട്രക്ചറൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ, അതായത് ചെറിയ ഏരിയ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ഇത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ കമ്പോസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നിട്ട് ഒരു തരത്തിലുള്ള ഫൗൾ സ്മെല്ലോ ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പോലത്തെ ഒരു സ്ഥലത്ത് ഇതിൻ്റെ പ്രസക്തി വളരെയധികം ആണ്. കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ലാൻഡ് ഹോൾഡിങ്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ വേസ്റ്റുകൾ, എല്ലാ ലാൻഡ് ഹോൾഡിങ്സ് ആണെങ്കിലും വീടുകളിൽ വേസ്റ്റുകൾ വരും. അതിനെ കൃത്യമായിട്ട് കമ്പോസ്റ്റ് ചെയ്യൊരു മെത്തേഡ് കർഷകർ എപ്പോഴും ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള മെത്തേഡ്സ് നമുക്കുണ്ടെങ്കിലും ഇത് വീടുകളിൽ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയാണ് എന്നുള്ളത് ഇവിടെ തന്നെ അത് അതിൻ്റെ കമ്പോസ്റ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്, ഇത് ഇപ്പോൾ വേസ്റ്റ് ഇട്ടിരിക്കുന്നത് കമ്പോസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെയധികം മനസ്സിലാവും അല്ലേ. അതിനുശേഷം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ സ്ട്രക്ചറിൽ ഈ സെയിം കാര്യം തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇത് വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമുക്കിതിൽ നമ്മുടെ ഫ്ലാറ്റ് അതുപോലെ തന്നെ ഇപ്പോൾ കൺസൈസ്ഡ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ തന്നെ ഇത് വളരെയധികം പ്രയോജനപ്പെടുത്താവുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിൽ ചെറിയ പമ്പ് അദ്ദേഹം വെച്ചിട്ടുണ്ട്. ആ പമ്പിൻ്റെ മുകളിൽ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാഡിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം വളർത്തുന്നത്. പിന്നെ ഇതിൽ അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചർ, ഇതിന് നമുക്കൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു എസ്തെറ്റിക് വാല്യൂ കൂട്ടാൻ പോലും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വന്ന് കാണുമ്പോൾ തന്നെ വെജിറ്റബിൾസ് ആണ്, ബട്ട് സ്റ്റിൽ അത് നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓവറോൾ എനിക്ക് പറയാനുള്ളത്, ഇതിൽ ചെയ്ത ഈ സ്ട്രക്ചർ നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബാക്കിയുള്ള കർഷകർക്കല്ല, എനിക്ക് പറയാനുള്ളത് വീടുകളിൽ പച്ചക്കറി വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എസ്തെറ്റിക് വാല്യൂസ് കൂടി കൂട്ടാനായിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നല്ല വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ അവർക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നമുക്ക് സ്റ്റിക്കി ട്രാപ്സ് മാത്രമാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു മാസം ഇപ്പോൾ ഈൽഡ് അവസാനിക്കാറായിട്ട് ഇതിൻ്റെ നല്ല ഈൽഡുള്ള ഒരു പ്ലോട്ടായിട്ടാണ് ഇത് കണ്ടിട്ടുള്ളത്. പിന്നെ ഇതിന് മുന്നേ ഞാനിവിടെ വന്നിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി. അപ്പോൾ അദ്ദേഹത്തിന് ഫ്രീ ആകുമ്പോൾ വിളിക്കാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് വന്ന് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കൃഷിയാണ്. സ്പെഷ്യലി ഓരോ വീടുകളിലും ഇത് അഡാപ്റ്റഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല പ്രോഫിറ്റബിളാണ്, അതുപോലെ തന്നെ നല്ല ആരോഗ്യകരമാണ്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഒരു ലെൻഡേൺ സിസ്റ്റമാണ്. ലെൻഡാണല്ല, ഒരു ഗാർഡൻ സിസ്റ്റം നമുക്ക് ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളത്. ഇത് ഇദ്ദേഹം തന്നെ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഒരു ജാപ്പനീസ് സ്ട്രക്ചറൊക്കെ ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇദ്ദേഹം ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൽ മീൻ വളർത്തലുണ്ട്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നേരത്തെ കാണിച്ച ഒരു സ്ഥലത്തും നല്ല രീതിയിൽ ചെമ്മീൻ കൃഷി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന മീനുകൾ പിലോപ്പിയും ഐറ്റംസൊക്കെയാണ്. ഇവിടെ കരിമീൻ പിലോപ്പിയൊക്കെയാണ്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ഒരു സ്ട്രക്ചർ ഇവിടെ ഉണ്ട് മീൻ വളർത്താൻ കൂടിയിട്ട്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇതിൽ തന്നെ ഒരു റൈസ് കൾട്ടിവേഷൻ പോസിബിൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ്. ഇത് വളരെയധികം ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇതിൻ്റെ സ്ട്രക്ചർ ബേസിസിൽ ഇതിന് കണക്ഷൻ കൊടുത്ത് സെപ്പറേറ്റ് അവിടെ ഒരു പമ്പ് വെച്ചുകൊണ്ട് ഇതിലേക്ക് ഈ ഡ്രെയിനേജ് കംപ്ലീറ്റ് ആയിട്ട്, ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇതിൽ ഇനി അദ്ദേഹം രക്തശാലി അരിയാണ് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, വിത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാവുമ്പോൾ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന, വളരെ എസ്തെറ്റിക് ആണെങ്കിലും നമ്മുടെ വീടിൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിലും
വളരെയധികം കൃഷി ബുദ്ധിമുട്ടി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കൂടി ആവുമ്പോൾ ഇദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. കാരണം എഫേർട്ട് വളരെ കുറവാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു രീതി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ രക്തശാലി ഇവിടെ വരികയാണെങ്കിൽ, ഞാൻ എന്തായാലും സ്ഥിരമായിട്ട് ഇത് കാണാനായിട്ട് വരുന്നുണ്ട്, വരികയാണെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ്. കാരണം നമുക്ക് വേറെ ഒരു വളങ്ങളും കൊടുക്കാതെയാണ് അദ്ദേഹം ഇത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും പോസിബിൾ ആവുന്നൊരു കാര്യം തന്നെയാണത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.